press this bell icon to keep receiving new contents from Shibin and Sinoy's kitchen. We know you love hot soup and warm conversations. And a hot soup will make your day, right? So, ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ സൂപ്പ് ഡിഷാണ്. ഷിബി, എന്താ പരിപാടി? ഒരു അഡാറ സൂപ്പ്, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പ്. സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പ്. യെസ്, നമ്മളിത് പൊളിക്കും. ഞാനതിന് ആദ്യം സ്റ്റോക്കിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റോക്ക് വെക്കണം. സ്റ്റോക്ക് ഓഫ് കട്ട് വെജിറ്റബിൾ ആണ്. റൈറ്റ്. നമ്മൾ വീട്ടിലുള്ള ക്യാരറ്റ്, ഓണിയൻ, സെലറി, ലീക്സ് എന്ത് വെജിറ്റബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓഫ് കട്ട് വെജിറ്റബിൾ. ഓക്കെ, ഇതിൽ വിറ്റമിൻ എയും വിറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉള്ളൊരു സൂപ്പാണ് സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പ്. ഓൾറെഡി വെള്ളം കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ വെജിറ്റബിൾ ഇടാൻ പോകാം. ബ്രോ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചോ. ഓക്കെ, ഈ സ്റ്റോക്ക് തയ്യാറാകുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ്. റൈറ്റ്. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ, യെസ്, ഓണിയൻ, സം ഗാർലിക്. ഓക്കെ, you can add one more potato. ഷിഫിൻ്റെ വെജിറ്റബിൾ. ഓക്കെ, ഞാൻ ഇതിന് കുറച്ച് വേണ്ട സാധനങ്ങൾ ഞാൻ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് തരാം. ഈ സാധനം കൂടെ നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം ബ്രോ. ഞാൻ കൊണ്ടുവരാം. ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവരാം. വാഷ് ചെയ്തോ, ക്ലിയർ ചെയ്തോ. റൈറ്റ്. സ്റ്റോക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഐറ്റംസ് റെഡി. ഈ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, വേറെ എന്തൊക്കെ ഐറ്റംസ് ബ്രോ കഴിച്ചിട്ടുണ്ട്? സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ ശരിക്കും കഴിച്ചിരിക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. പുഴുങ്ങിയത്, ഒലിവ് ഓയിൽ. സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും ഏതെങ്കിലും നല്ല ഹോം മെയ്ഡ് ചട്നി. ഇതിൽ നമ്മൾ ഗാർലിക്, ഓണിയൻ, സം സെലറി. വയനാട് ഭാഗത്ത് ഇത് ഗംഭീര റിസൾട്ടാണ്. എൻ്റെ വയനാട്ടിലൊരു ഫ്രണ്ട്, ആൾ വീട്ടിൽ പോയപ്പോൾ ആളുടെ അമ്മ ഇതുപോലെ തന്നെ അവരുടെ പറമ്പിലുള്ള മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും. ഇത്രയും ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ഈ വെജിറ്റബിളിൻ്റെ വേറെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? സ്വീറ്റ് പൊട്ടറ്റോൻ്റെ പറയൂ. അത് ഭയങ്കര കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വരുത്താനായിട്ട് ബെസ്റ്റ്. അതെ, ടേസ്റ്റ് നോക്കി ഇങ്ങനെ ആയതാണ്. അങ്ങനെ നമ്മുടെ എണ്ണ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓണിയൻ ആൻഡ് ഗാർലിക് നമ്മൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യും. സൂപ്പ് ഒരു മെയിൻ മീലായിട്ടും ഹാഫ് മീലായിട്ടും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഈസി ടു ഡൈജഷൻ, ഫുൾ ഓഫ് ന്യൂട്രീഷൻ വാല്യൂ. അതെ, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പോയി. ഫ്രിഡ്ജിനകത്ത് ലീക്സ് ഉണ്ട്. ഓക്കെ, ലീക്സ് ഭയങ്കര ഫ്ലേവറിങ് ഏജന്റ്, അതോടൊപ്പം ടേസ്റ്റ് എൻഹാൻസറും കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ അതിന്റെ സ്മെല്ല് ചെറുതാക്കി ആഡ് അല്ലേ? പെർഫെക്റ്റ്. സോ നമ്മുടെ വെജിറ്റബിള് സോട്ട് ചെയ്ത് ആ സമയത്ത് നമുക്ക് കുറച്ച് തൈം, ഫ്രഷ് തൈം ആഡ് ചെയ്യാം. സ്മെൽ സൂപ്പിന്റെ ആ ഒരു ഫ്ലേവർ സ്മെൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് തൈം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഫ്രഷ് തൈം സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഡ്രൈ തൈമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് തൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അത് ശരിക്കും എഫക്ട് ചെയ്യും സൂപ്പ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളൊക്കെ സുലഭമായപ്പോൾ എല്ലാ ഐറ്റംസും എന്ത് ഡിഷ് ഉണ്ടാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ്. Ready vegetable, sweet potato and carrot and 1 piece potato. Okay? Carrot ഇടാൻ മറന്നുപോയി. ആ തൈമിൻ്റെ ഫ്ലേവർ ശരിക്കും വരുന്നു. തീർച്ചയായും വരും. ഓക്കെ, നമുക്ക് സീസണിങ് ചെയ്യണം. സീസണിങ്, പ്രോപ്പർ സീസണിങ്. Salt and pepper, black pepper, some salt. Nice. Super. Colorful ആണ്. ഇതിലേക്ക് നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യണ്ടേ? സ്റ്റോക്ക് ആഡ് ചെയ്യാം. ക്ലീൻഡ് സ്റ്റോക്കാണ്. എപ്പോഴും സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു 1 hour മിനിമം അതിൻ്റെ പ്രോസസ് ടൈമുണ്ട്. അതിനകത്ത് സ്കം അടിഞ്ഞു വരും. ആ സ്കമ്മെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. സ്കമ്മിൽ അതിൻ്റെ എന്തൊക്കെ അതിൻ്റെ അഴുക്കുകളുണ്ട് അതെല്ലാം സ്കമ്മിലൂടെ കച്ചറ. സ്റ്റോക്കിന് ഞാൻ സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. See the color, the smell, aroma, fantastic. Perfect.
അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെക്കാൻ പോകും. ഓക്കെ, ഇതിലുള്ള വെജിറ്റബിളൊക്കെ കുക്കായതിന് ശേഷം നമുക്ക് തേർഡ് സ്റ്റെപ്പ് കുറച്ചൊരു ക്രീം ആഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. വെജിറ്റബിൾ നന്നായിട്ട് ടെൻഡർ ആവണം, സോഫ്റ്റ് ആവണം, എന്നാലാണ് അതിനെ പ്യൂരി ആക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഇതിനൊന്നും റിമൂവ് ചെയ്യാനില്ല. സോഫ്റ്റ്നെസ് 10 minutes. 10 minutes. സോ ഒരു 10 minutes ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് സൂപ്പ് ഹെവി ക്രീം യൂസ് ചെയ്തിട്ടാണ് ഫോർ ദ ടേസ്റ്റ് ആൻഡ് തിക്കനിങ്. അപ്പോൾ സൂപ്പ് ഓൾമോസ്റ്റ് റെഡിയായി. വാവ്, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ടേസ്റ്റ് ഒന്നും കൂടെ നോക്കിയിട്ട് അതിൻ്റെ സീസണിങ് നമുക്ക് എന്ത് ചെയ്യാം. വെജിറ്റബിൾ കുടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഈസിയാണ്. സോ അപ്പോൾ നമ്മൾ ഇതിൽ ഫൈനലായിട്ട് ഓഫ് ചെയ്തു. കുറച്ച് കുക്കിംഗ് ക്രീമാണ്, വിപ്പിംഗ് ക്രീം അല്ലേ? കുക്കിംഗ് ക്രീം. ഓക്കെ, ഇളക്കി കൊടുക്കാം. വെരി വെരി നൈസ്. നമുക്കിതിനെ ക്രീം ആക്കിയിട്ട് എടുക്കാം. കുറച്ച് ബ്ലാക്ക് പെപ്പർ കുറവെന്നോ സംശയം. പ്ലീസ്. ഓക്കെ, ഒരു സ്പൈസിക്ക് വേറെ ഒന്നും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പെപ്പറിൻ്റെ ഒരു സ്പൈസി സൂപ്പിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഐ ലൈക്ക് സ്പൈസ്. ഷെഫ്, എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണേ. എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, അത് 2 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുക്കി കഴിക്കാം. തീർച്ചയായും. ക്രീം സൂപ്പുകൾക്ക് എപ്പോഴും ബ്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. ഫുൾ മീലായിട്ട് കഴിക്കാം. തീർച്ചയായും. ഇതൊരു വെയിറ്റ് ലോസ് സൂപ്പ് കൂടെയാണ്. നമ്മൾ രാത്രി ഡിന്നർ, ഹെവി ഡിന്നറൊക്കെ ഒഴിവാക്കി ദിവസവും ഈ സൂപ്പ് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ വ്യത്യാസം. ഷിബി, യെസ്, സൂപ്പ് റെഡി. പ്രസൻറ്റേഷനും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് ടെക്സ്ചർ, തിക് സൂപ്പ് ടെക്സ്ചർ. പ്രസന്റ് ചെയ്യാണ്. കളർ നല്ല ഗ്ലേസിംഗ് ഗ്ലേസിംഗ് കളറാണ്. ഈ കളർ വന്നതിന്റെ കാരണം നമ്മൾ ആ വെജിറ്റബിളിൽ ക്യാരറ്റ് ചേർത്തുകൊണ്ടാണ്. തീർച്ചയായും. ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നില്ലേ സൂപ്പിൽ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഏത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മളത് ഫൈനൽ പ്രസന്റേഷൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പുറത്ത് കൊടുക്കാറുള്ളൂ. നമ്മളുടെ പ്രത്യേകത അതായത് ആദ്യം കണ്ണുകൊണ്ട് കഴിപ്പിച്ചിട്ടേ നമ്മൾ വായ കൊണ്ട് കഴിപ്പിക്കും. ഗാർണിഷ് ക്രീം ആഡ് ചെയ്യാം. യെസ്, യു സീ ദാറ്റ് സ്മോൾ പുട്ട് സം പാസ്ലി. കുറച്ച് പാസ്ലി. മൗത്ത് വാട്ടറിംഗ്. സ്വീറ്റ് പൊട്ടാറ്റോ സൂപ്പ് റെഡി. ഒരു കാര്യം ചെയ്യും, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ബ്രെഡ് എടുക്കുക, എങ്ങനെ ഉണ്ടെന്ന് പറയാം, അഭിപ്രായം പറയാം കേട്ടോ. അസാധ്യം. താങ്ക് യു സോ മച്ച്. അസാധ്യം. താങ്ക് യു സോ മച്ച്.